മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല, ഇതെന്റെ വരുമാന മാർഗ്ഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബില്ല് അതും അതേ ആണെന്നും അങ്ങനെ. ആദ്യം ആരാണ് ഈ പറയുന്നത് ബില്ല് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കുറേ ആൾക്കാർ സന്ദീപിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. ആ പാവം പിടിച്ചവനൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പുള്ളി അങ്ങനെയുള്ള കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയൊന്നും അല്ല ആദ്യം ഇടുകയൊക്കെ ചെയ്തത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയല്ല, വേറെ ആരാന്ന് വെച്ചാൽ നിങ്ങൾ പറ. ഓക്കെ, എനിക്കിനി സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നന്ദി പറയേണ്ടത് ദേവ് ടോക്സിനോടും ഈ പറയുന്ന മാസ്റ്റർ മൈൻഡ് മനോരോടും കൂടാണ്. കാരണം അവർ പോയി തിരക്കി അതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കുകയും ചെയ്തു. ഈ പറയുന്ന രേണുവിനെ ഒരുപാട് കാര്യത്തിൽ വിമർശിച്ച രണ്ട് വ്യക്തികളാണ്. അവരാണ് ആ ഒരു സത്യം തെളിയിക്കുകയും ചെയ്തത്. കാരണം അതെല്ലാം കറക്റ്റായിട്ട് ഇവർ വീട്ടുകാർ, ഞാനിതെല്ലാം കണ്ടു ബോധിച്ചതാണ്. ഞാൻ നിസ്സാരമായിട്ട് ഒരു ഒറ്റ 2 ലൈനിൽ ആ കാര്യം പറഞ്ഞു പോയി. അത് ഒറിജിനലാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും എടുത്ത് അതിനെക്കുറിച്ച് പല രീതിയിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. കാരണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ ഒരു വിഷയത്തിലാണ്. ഓക്കെ, എന്തായാലും ആ ഒരു കാര്യത്തിന് അവരോട് നന്ദി തന്നെ പറയണം. കാരണം അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 3-4 ദിവസം ഈ ഒരു പേരും പറഞ്ഞിട്ട് പല ആൾക്കാരും പല രീതിയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു 3-4 ദിവസം കൊണ്ട്. എന്നിട്ട് കുറേ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വിട്ട് കേൾപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട്? ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയാണ്. സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 അതും കൂടെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇപ്പം സെക്കൻഡ് കീമോ കഴിഞ്ഞപ്പോഴും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത കീമോ എന്ന് വെച്ചാൽ ഈ മാസം അവസാനം എങ്ങോട്ടാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഈ കീമോ ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്കാർ 3-4 ദിവസം വയ്യാതെ കിടക്കും, നല്ല രീതിയിൽ കിടക്കും. ഇതിപ്പം ഈ വട്ടം അവർ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 ദിവസത്തോളം അവർ ഹോസ്പിറ്റലായിരുന്നു. 5-6 ദിവസം ICU തന്നെ ആയിരുന്നു അവർ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോ നമ്പറാണ്, അടവുകളാണ് എന്നൊക്കെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാം, നെഗറ്റീവ് അടിക്കാതിരിക്കുക, പറ്റുന്ന അത്രയും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കേരളത്തിൽ രേണുസുതിക്ക് മാത്രമാണോ ക്യാൻസർ എന്നുള്ള രീതി ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ആർക്ക് ഈ രോഗത്തിൽ നിൽക്കുന്നുണ്ടോ എല്ലാവർക്കും പെട്ടെന്ന് മാറട്ടെ ആ ഒരു രീതിയിലാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ല, അത് തെറ്റാണെന്ന് ചില ആൾക്കാർ പറയുമ്പോൾ ഓക്കെ, തെറ്റെങ്കിൽ തെറ്റ്, എന്നോടൊന്ന് ക്ഷമിക്കും നിങ്ങൾ. എൻ്റെ അറിവില്ലായ്മയ്ക്ക് പറ്റിപ്പോയതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആർക്കും ഈ ഒരു രോഗം വന്നിട്ട് ബുദ്ധിമുട്ട് വരരുത്. എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ഈ ഒരു അവസ്ഥ വന്നതാണ്. എനിക്ക് ശരിക്കും അത് അന്ന് ഞാൻ 7-8 പഠിക്കുന്ന സമയം ശരിക്കും ബുദ്ധിമുട്ടുണ്ടായ ഒരു വിഷയമായിരുന്നു. ഓക്കെ, ഇനി ആ മരുന്നിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിതപ്പൻ്റെ കാര്യം ഈ പറയുന്ന രേണു ഈ ഒരു വീഡിയോക്കകത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ മൊത്തമായിട്ടൊന്നും സംസാരിക്കുന്നൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാണ്. അവനറിയാം അവൻ്റെ അമ്മയെ കാണാൻ പറ്റത്തില്ലെന്ന്. പിന്നെ അതുപോലെ തന്നെ അവനവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു കോലത്തിൽ അമ്മയെ കാണാനും വയ്യ എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞത്. അവൻ അത്രയ്ക്ക് വിഷമമുണ്ട് ആ കൊച്ചി ഇറക്കേണ്ട കാര്യം. ഇവിടെ എല്ലാവരും കിടന്ന് സോഷ്യൽ മീഡിയ കിടന്നിട്ട് ഇവരായിട്ട് വർക്കുവാണല്ലോ. നാളെ ഒരു കാലത്ത് അവൻ വളർന്നു വരുമ്പം അവൻ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയും സബ്സ്ക്രിപ്ഷൻ അത് ഇത് മറ്റേത് അവൾ അത് കാണിച്ചോളൂ, ഇത് കാണിച്ചു, മറ്റേ കാണിച്ചു, മറിച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അതൊന്നുമല്ല എന്നോട് പറഞ്ഞത്. ഒരു രോഗിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് പറഞ്ഞെന്നുള്ളൂ. ഇനി ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇനി വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എടുക്കാം, വിമർശിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു പുണ്യാളനാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശിച്ചെന്ന് എനിക്ക് ചില കാര്യത്തിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ട്, ചില കാര്യത്തിൽ ശരിക്കും തോന്നിയിട്ടുണ്ട്. ശരിക്കും അതിൽ നിരപരാധിയായിട്ടുള്ള ചില കേസുമായിട്ടുള്ള മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിച്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം തന്നെ അതിന് തെളിവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്. അല്ലെങ്കിൽ അവർ വന്നിട്ട് അങ്ങനെ പറഞ്ഞു, എന്നെ പേഴ്സണലി വിളിച്ചിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇവരയിലൊക്കെ വല്ല തെളിവോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഇതും കൂടെ ഒന്ന് വെക്കാം. ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്ക് അത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെ ആ ബില്ല് AI ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില ബ്ലോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബില്ലിനെ കുറിച്ചും ആ മെഡിസിനെ കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. കുറേ ക്യാൻസർ പേഷ്യൻസിന്റെ വോയിസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അവരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ
കുടുംബത്തിലോ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു ക്യാൻസർ പേഷ്യൻസ് ആണ് അത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരായിരിക്കില്ല. കാരണം ഈ ഒരു രോഗം വന്ന് അത് അനുഭവിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്ന നമ്മുടെ ബന്ധുക്കാരെ കണ്ടുനിൽക്കുന്നവരോ ആരും ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു വേറൊരാളെ കുറിച്ച് വേറൊരു രോഗിയെ കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. വീണ്ടും ആൾക്കാർ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് രേണു എന്തിനാണ് മറ്റ് ഇന്റർവ്യൂ എടുക്കുന്നത്, മറ്റു മീഡിയയിൽ എപ്പോഴും സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, രേണുവിന്റെ സ്വന്തം ഒരു ചാനലിൽ രേണുവിന് പറയാനുള്ളത് പറഞ്ഞാൽ പോലെ എന്ന് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളത് പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും അതൊരു ലൈഫ് സേവിങ് മെഡിസിൻ ആണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 കീമോ കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു മെഡിസിൻ ആവശ്യം വരും എന്നുള്ള രീതിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവർ എന്താ പറയുക, ഓരോ മാസം ചെന്നിട്ട് അവിടെ മേടിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി 1-2 ബോട്ടിലൊക്കെ മേടിച്ച് വെക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ അത് ഞാനിപ്പോൾ എങ്ങനെ പറയാൻ, അതെനിക്ക് പറയുമ്പോഴാണെങ്കിൽ പോലും അത് പറ്റാത്തൊരു സിറ്റുവേഷനാണ് അത്. അങ്ങനെ 1-2-3 ബോട്ടിലും കൂടെ മേടിച്ച് ഓക്കെ, ഞാനത് പറയുന്നില്ല. വല്ല വിവരമുള്ളവർക്ക് അത് ക്യാച്ച് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് അവർ മാസം ഓരോ ബോട്ടിൽ വീതം അത് മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, 2ാമത്തെ ബോട്ടിൽ മേടിക്കാൻ പോയ സമയത്ത് അവരുടെ ടോക്കൺ നമ്പർ 999 ആയിരുന്നു. 999. അപ്പം ഞാനിതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരൊരു നേഴ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയാമോ? രേണുവിൻ്റെ ചേച്ചി, അവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാം. ഒരു 5 ദിവസം ഇതിന്റെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെ രീതി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് പറയുന്നത് രേണു വാ തുറന്ന കള്ളം മാത്രമേ പറയത്തുള്ളൂ, വള്ളം മാത്രമേ പറയത്തുള്ളൂ എന്ന രീതി കുറേ ആൾക്കാർ. ഈ ആൾക്കാർക്കൊന്നും അറിയത്തില്ലല്ലോ എല്ലാ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരിടുന്ന വീഡിയോസുകൾ മാത്രം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതല്ലേ. ഇവിടെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുള്ള പോലെ പറയും. സത്യം ഏതാണെന്ന് വെച്ചാൽ അതാണ്. ഇപ്പോൾ ചില വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സത്യം ഇതാണെന്ന് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ അറിയുന്നത്. ആ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അറിയുമ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അതാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കൂടുതലും ശ്രമിക്കുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ആനി വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഓർക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തെടുക്കും അത് കേൾക്കാൻ കൂട്ടാക്കാതെ വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് തന്തയ്ക്കും തിളക്കും വിളിക്കും, ഇത് ഷെയർ ചെയ്തിട്ട് ഇവനെതിരെ റിപ്പോർട്ട് അടിക്കണം, ഇവനെതിരെ അത് ചെയ്യണം എന്നൊക്കെ കിടന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്തോ പറയാൻ പറ്റും. ഇവിടുത്തെ ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഭാഗത്തുകൊണ്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത്. ഞാനൊക്കെ വന്നിട്ട് ഇതുപോലെ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാൾ, ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ചില വിഷയങ്ങളിൽ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് എത്ര വട്ടം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടപ്പോൾ ഒരു മനുഷ്യരും എന്നെ വിശ്വസിക്കുന്നില്ല. പക്ഷെ കാലം നിങ്ങൾ കണ്ടോ, തെളിയിച്ചിരിക്കും. എനിക്ക് 100% ഉറപ്പാണ് ആ ഒരു കാര്യം തെളിയിച്ചിരിക്കും. ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കിത് മനസ്സിലായിട്ടാണോ അതോ അവർക്ക് മനസ്സിലായിട്ടും റീച്ചിന് വേണ്ടി അവർ കാണിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കും. അതുപോലെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി, ഋതപ്പിന് വേണ്ടി അവൾ തിരിച്ചു വരണം. പ്രാർത്ഥിക്കുന്നതും അവളെ സ്നേഹിക്കുന്നതും അവളെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവൾ തിരിച്ചു വരണം. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും സത്യാവസ്ഥ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റീച്ചിന് വേണ്ടി അവളെ ദ്രോഹിക്കാതിരിക്കും. അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. അവളെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല യൂട്യൂബേഴ്സും ഇപ്പൊ ഏറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു മരിച്ചു കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ചേച്ചിയാണെന്നുള്ള രീതിയിലാണ്. അവർ രാവിലെ മുതൽ രാത്രി വരെ അവർക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും ഓടുന്ന ആ ഒരു ചേച്ചിയാണ്. എല്ലാ കാര്യത്തിലും. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ അവരെ ഏത് രീതി വേണേൽ എടുക്കാം. അവരാണ് ആ വീട്ടിലേക്ക് എല്ലാ കാര്യത്തിനും ഓടുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം അവരാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും മെസ്സേജ് അയക്കും. എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞു എല്ലാവർക്കും രാത്രി മെസ്സേജ് അയക്കും, രാവിലെ മെസ്സേജ് അയക്കും, പ്രാർത്ഥിക്കണേ. ഞാനൊരു കാര്യം കൂടെ പറയും. പിന്നെ നമ്മൾ ചില റീലൊക്കെ കാണുമല്ലോ, ഇവരുടെ തന്നെ രേണു സ്റ്റോറി ഇടുന്ന കുറച്ച് റീലൊക്കെ നമ്മൾ കാണുമല്ലോ. ഈ ചേച്ചി ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ അതെടുത്ത് പുള്ളിക്കാരിയെ കയറിയത് നമുക്കിതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അവരുടെ ഒരു ലോകമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അതാണ്. അവരുടെ ലോകമെന്ന് വെച്ചാൽ ആ ഒരു ലോകമാണ്, ഒരു കൊച്ചൊരു ലോകമാണ്. അവർക്ക് സന്തോഷവും സങ്കടം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് അത് കാണുമ്പോൾ എന്ത് സാധനം അഭിനയാണെന്ന് തോന്നാം. ഓക്കെ, ബാക്കി കൂടെ കേൾക്കാം. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവളുടെ കുഞ്ഞിനെയും അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇനിയെങ്കിലും ഇവിടെ ക്രൂശിക്കുന്ന വീഡിയോസ് ഒന്നും ഇടാതിരിക്കും. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഇടയ്ക്ക് ഒരു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റ് ബോക്സിലാണെന്ന് തോന്നുന്നു, പൈസയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അവൾ ഈ കാണിക്കുന്നത്, അവൾ മുടി വരെ പട്ടിയടിച്ചതിന്റെ റീസൺ അതുകൊണ്ടാണെന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. അവർ പിന്നെ അവസാനം അവരുടെ മുടി വരെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. ഇപ്പം എന്താ സെക്കൻഡ് കീമോ കഴിഞ്ഞിട്ടാണ്. നിങ്ങളത് നോക്കണം. ഇപ്പോഴും ഈ പറയുന്ന ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനെ വെറും നിസ്സാരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്.
ഞാൻ അവരോടൊക്കെ എന്തോ പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നിട്ടും ഇങ്ങോട്ട് വന്നിട്ട് കുറേ രീതിയിൽ ഇവരെ വെച്ച് വിമർശിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, മറ്റേ മോള് മറിച്ച മോള് നീ എന്തുവാ. ഒരാളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തു വെച്ചാണ്, ഇവള് ചത്തില്ലേ, ഇവളെ ഉടനെ ചാവണേന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈ ക്ലാസ് ഫാമിലി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനിത് ചോദിച്ചോട്ടെടാ, ഒരാൾ മരിച്ചു കാണണമെന്ന് നിങ്ങൾക്ക് ഇത്രയും സന്തോഷം എന്താണ്? ഞാനത് ആലോചിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി 34 കോടി രൂപയോളം നമ്മൾ കൊടുത്ത് ഓർമ്മയുണ്ടോ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിനെ? നിങ്ങൾ അതൊക്കെ മറന്നുപോയോ? ഒരാളെ രക്ഷിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നത് എന്താണ് മരിച്ചു പോകണമെന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതിന് പല രീതിയിൽ പല ആൾക്കാർക്കും പല സംസാരം പറയാം. ഇനി അടുത്ത കമന്റ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡാനി കൊടുത്ത പൈസക്ക് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അവർക്ക് എന്താ പറയുക, ഓരോ രൂപയും അവർക്ക് വിലപ്പെട്ടാണ്. അവർ ഈ ഡാനി സത്യത്തിന് പൈസ തരുവാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതി എന്താണെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ എനിക്ക് എന്താ പറയണ്ടേ, ഒരു കുറ്റബോധം മാത്രമേ ഉള്ളൂ ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത്. പിന്നെ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതിലിപ്പോഴും ആ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, പഴയ കാര്യങ്ങളിലൊക്കെ തന്നെ. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നെ കയറിയിട്ടുണ്ട്. അവരെന്നെ ഇപ്പം ശരിക്കും തെറി പറയുന്നുണ്ട്, നിലപാടില്ലാത്തവന്ന് എന്നെ പറഞ്ഞു. ആ സമയത്തും ഈ പറയുന്ന രേണുവിനെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് അനീഷ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹം ആ ഒരു സത്യം മനസ്സിലാക്കി ഈ പറയുന്ന രേണുവിന് വേണ്ടി ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. ബിഷപ്പ് അയാളെ 4 മാസം മുമ്പ് അദ്ദേഹത്തിന് ഞാൻ വലിച്ചു കീറി വിട്ടതാണ്. അവിടെ ഇവിടെയൊക്കെ ചെന്ന് എന്തിനാ ഈ വോയിസ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യരെ വിശ്വസിച്ചില്ല. ഈ ഒരു സമയത്ത് എല്ലാവരും വിശ്വസിച്ചു. ഞാൻ അപ്പം നല്ല രീതിയിൽ എനിക്ക് 2 വീഡിയോ ചെയ്യണമെന്ന് തന്നെ എനിക്ക് തോന്നി. പക്ഷേ അദ്ദേഹത്തിന് സത്യം മനസ്സിലായിട്ടുണ്ട്, അദ്ദേഹം കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഇനിയും ഓരോ യൂട്യൂബേഴ്സിനും കാര്യങ്ങൾ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ വിഷയം, എന്താണ് ഇവിടെ നടന്നത്, ഇതിൻ്റെ ഇടയിൽ ആരൊക്കെ കളിച്ചു, ആരാണ് യഥാർത്ഥ കുഴപ്പക്കാർ എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചില ആൾക്കാർ പിന്നെ അത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കും. മനസ്സിലായോ? അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഓരോ വ്യക്തികളെ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ നിന്നേ പറ്റൂ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ബാക്കി കൂടെ വെക്കാം. ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പം തിരിച്ചു വന്ന് ഡിസ്ചാർജ് ആയി. അതുപോലെ 2ാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയെക്കാളും കൂടുതലും ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥത, ക്ഷീണവും ഛർദിലും ഒക്കെ ആയിരുന്നു, വേദനകളും എല്ലാം ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്നേഹം കൊണ്ട് എന്തായാലും കുറച്ച് കുറവുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും വഴിപാട് കഴിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ എന്ത് രീതിയിലാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് 4 കീമോയും കൂടെ ഉണ്ട്. ആ 4 കീമോയും കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അതുപോലെ 4 കീമോ കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ചായിരുന്നു, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞിലെ തൊട്ടേ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ആരുടെ ശരീരത്തിനകത്തോ ശരീരത്തിന് പുറത്തോ ഒരു മാരക അസുഖമൊന്നും ഉണ്ടാകരുത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണ് ഇത് വന്നെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചായിരുന്നു. ഇനി എന്ന് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും മാരക അസുഖമൊന്നും വരല്ലേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന, വരി തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ മാരക അസുഖം വന്നത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഞാൻ ഈ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ച കാര്യമാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ദൈവം എനിക്ക് മറുപടി തന്നത്, ഇങ്ങനെ ഒരു അസുഖം വന്നത് കൊണ്ട് നാളെ നിനക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഒരു അസുഖത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇപ്പം ഒരുപാട് പേരുടെ സ്നേഹവും ഒരുപാട് പേരുടെ പ്രാർത്ഥന സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ ചിന്തിച്ച് ദൈവം എനിക്ക് അങ്ങനെ ഒരു മറുപടി തന്നു. കാരണം ഞാൻ തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷെ പലപ്പോഴും ഈ കിടക്കുമ്പോഴത്തേന് നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ, ഞാൻ സഞ്ചരിച്ച വഴികളും അല്ലെങ്കിൽ ഞാൻ ഓടി നടന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പൊ ഏത് തലത്തിലാണെങ്കിലും ഞാനൊരു 1.5 വർഷക്കാലം സുധിച്ചേട്ടന് മരണശേഷം പെട്ടെന്നൊരു കയറ്റവും പെട്ടെന്ന് ഓടി നടന്ന് എവിടെയൊക്കെ പരിപാടിയുണ്ട് അവിടെ എല്ലാ പരിപാടിയായിട്ട് നടക്കുകയും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ചിലരത് എന്താ പറയാ അലോസരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അവരൊക്കെ എനിക്കെതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോലെ കുറെ നല്ല ആളുകൾ, എൻ്റെ ഫാമിലി ആണേലും എൻ്റെ ബന്ധുക്കളാണേലും എല്ലാവരും എൻ്റെ കൂടെ നിന്ന്. അപ്പൊ ആ ഒരു ഞാൻ ചിന്തിച്ചത് വേറൊന്നുമില്ല, ഇങ്ങനെ ഓടി നടന്നിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു അവസ്ഥയെ വരുമ്പോഴത്തേന് നമ്മൾ പഴയ കാലങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പിന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമമേ വരത്തുള്ളൂ.
ഞാൻ ഓടി നടന്ന സ്ഥലങ്ങൾ, അത് ആ ചിന്തയിൽ മെമ്മറിയിൽ വരുമ്പോൾ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. അപ്പൊ ഇനി അത് ചിന്തിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഫാസ്റ്റ്. നമ്മൾ ഇനി നാളത്തെ പറ്റി ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ വന്നു കഴിഞ്ഞു എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എനിക്ക് എന്തൊക്കെയാണ് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, എന്നെ സ്നേഹിച്ച എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, പേര് പറയാത്തവരും പേര് പറഞ്ഞ ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് നല്ലത് കൊടുക്കണം, എന്നിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിന് കുറച്ച് ധൈര്യം കിട്ടി. ഒരു കാര്യത്തിലുള്ള വിഷമം, ഋതപ്പന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അവൻ എന്നെക്കാളും മനസ്സിന് ഭയങ്കര കട്ടിയുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ആണെങ്കിലും അവൻ പറഞ്ഞ ഹോസ്പിറ്റലിലെ വെളിയിൽ വന്ന് എന്നെ കാണാനൊന്നും പറ്റത്തില്ലെന്ന് അവനറിയാം. ICU വന്നാലും ICUയുടെ വെളിയിൽ വന്നാലും എന്നെ കാണാൻ പറ്റത്തില്ല. അവൻ എത്ര അറിവുള്ള കുട്ടിയാണ്. അപ്പൊ വീട്ടുകാർ വരുമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അവൻ വന്നാലും അമ്മയെ കാണാൻ പറ്റത്തില്ല. അവനറിയാം, അത്ര അറിവുള്ളൊരു കൊച്ചാണ്. അത് എന്തായാലും ദൈവം അവന് അത്ര അറിവ് കൊടുത്തില്ല. പിന്നെ എനിക്ക് വളരെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അവൻ ആരും ഇല്ല എന്നൊരു ചിന്ത ഒരിക്കലും വിഷമിക്കേണ്ട വന്നിട്ടില്ല. കാരണം എന്റെ ചേച്ചിയുടെ മക്കളാണേലും അവനെ സ്വന്തം സഹോദരനെ പോലെയാണ് നോക്കുന്നത്. 3 പേരും അവരൊരുപോലെയാണ് വളരുന്നത്. എനിക്ക് ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടന്നേമേ അവന് എനിക്ക് എന്തെങ്കിലും പറ്റി അവൻ ആരുമില്ലല്ലോ. പക്ഷെ ആ ഒരു വിഷമത്തിൽ നിന്ന് എനിക്കത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ 2 പിള്ളേരും എന്റെ ചേച്ചിയുടെ മക്കൾ, എന്റെ 2 മക്കളും അവനെ പൊന്നുപോലാണ് നോക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണ് എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്നത് അറിഞ്ഞപ്പോൾ എന്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഞാനിത് മൊത്തമായിട്ട് ഇവിടെ വെക്കുന്നൊന്നുമല്ല. നിങ്ങൾക്ക് ബാക്കി കാണണമെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ പോയി ഒന്ന് കാണുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയെങ്കിലും നമുക്ക് വെറുതെ വിടാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓരോ ആൾക്കാരും ഓരോന്നൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് പഴയ വീഡിയോസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ വെച്ച് ക്രൂശിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ. ഇത് പറയാൻ എനിക്കൊരു യോഗ്യതയില്ല കേട്ടോ, ഉള്ളതിന് ഞാൻ തുറന്ന് പറയാം. ഞാനിതൊക്കെ പഴയതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടൊക്കെ ഇരുന്നൊക്കെ ഇവരെ ശരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. നല്ല രീതിയിൽ കൂട്ടുമായിരുന്നു, നല്ലത് പഴയതും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തിനും പലതും തപ്പിപ്പിടിക്കാൻ വേണ്ടി പലയിടത്തും പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് വാശിയായിരുന്നു ആ ഒരു സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഈ ജൂൺ ജൂലൈ സമയത്തൊക്കെ ഇവിടെ വാശി തീർക്കലായിരുന്നു പരിപാടി. ഞാൻ പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. നമുക്കപ്പോഴും ആറ്റിറ്റ്യൂഡ് കൂടുതലായിരുന്നു, ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരു ദാശിനിയും കൊടുക്കരുതെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ കർമ്മയായിരിക്കാം ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കണ്ടില്ല ഇപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കണമെങ്കിലോ. എന്തായാലും നല്ലത് വരട്ടെ, എല്ലാം നല്ല രീതിയിൽ എല്ലാം മാറട്ടെ. എങ്ങനായാലും ഹാപ്പി ആയിട്ട് പോട്ടെ. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഓക്കെ, ബൈ, ലവ് യു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ടേക്ക് കെയർ.